ഞാൻ 1996 ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് AK സെൻ്ററിലെ സ്റ്റാഫായിട്ട് പോയി 96 ചെന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ VSനെ കാണുന്നത്, ആദ്യമായിട്ട് നേരിൽ കാണുന്നത്. അതുവരെ നമ്മൾക്ക് VSനെ കുറിച്ചും VSനെ എല്ലാ നേതാക്കന്മാരെക്കുറിച്ചും നമ്മൾ TV-യിലും ഒക്കെ കേട്ടിട്ടുണ്ടെന്നല്ല, നേരിട്ട് കാണുന്നതെന്നാണ്. അപ്പം ഞാൻ ചെന്നതിൻ്റെ 2ാമത്തെ ദിവസം ഓഫീസ് സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് VSൻ്റെ റൂമിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ VSൻ്റെ റൂമിൽ ചെന്നപ്പോൾ VS എന്നെ അത് പറഞ്ഞു ഇരിക്കുന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും VSനെ പോലുള്ള നേതാവിൻ്റെ മുമ്പിൽ നമുക്ക് ഇരിക്കാനുള്ളൊരു മടി കാരണം ഞാനിനി നിന്നു. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ച് എഴുതാനുണ്ട്, അത് എഴുതാൻ വേണ്ടിയാണ് വിളിച്ചത്, എന്നാൽ പിന്നെ നിന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. സസിദ്ധമായ രീതിയിൽ VS ചെറിയൊരു ചിരിയോടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴാണ് എനിക്ക് മനസ്സിലായി VS എന്തോ എഴുതാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരുന്നു. VS ഒരു എഴുതാനുള്ളൊരു 2-3 പേപ്പറും പേനേനെ VSൻ്റെ മേശപ്പുറത്തുനിന്ന് ഒരു പേനയും കൂടി തന്ന് VS ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ VS സ്വതവേ പ്രസംഗ രീതി തന്നെയാണ് എന്നോടും പറയുന്നത്. നമുക്കത് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം ഞാനിങ്ങനെ എഴുതി കുറച്ച് കഴിയുമ്പോൾ VS ഒരു പേജ് എഴുതി കഴിഞ്ഞപ്പോൾ ആ പേപ്പർ വാങ്ങി വായിച്ച് VSന് പറഞ്ഞു, ഓഹോ 2-3 വരിയൊക്കെ അങ്ങ് വിഴുങ്ങിയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അതിന് മുമ്പ് VSന് എഴുതുന്ന ആൾക്കാർ എഴുതുമ്പോൾ അവർക്ക് ഷോർട്ട് ഹാൻഡ് പഠിച്ചു വരാം, അപ്പോൾ അത് അതേപോലെ അവർക്ക് വേഗം എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എഴുതാതിരിക്കുന്നത്, അതിൻ്റെ ഒരു പിന്നെ അത് മാറി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുതാൻ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ കറക്റ്റ് വേഗം സ്പീഡിലൊക്കെ എഴുതി തുടങ്ങി. അങ്ങനെ VS ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും AK സെൻ്ററിൽ വരുന്ന സമയത്ത് VSനെ കാണും. പിന്നെ ആ ഒരു ബന്ധം അങ്ങനെ നിന്നു. പിന്നെ 2004 ഞാൻ പോലീസിൽ കിട്ടി കണ്ണൂരേക്ക് ട്രെയിനിങ്ങിന് പോയ സമയത്ത് ട്രെയിനിങ് കഴിഞ്ഞ് 2005 വയനാട്ടിലേക്ക് വന്നു. 2006 VS മുഖ്യമന്ത്രിയായ സമയത്ത് ആണ് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അറിയിപ്പ് വന്നു. അത് പ്രകാരം പോയി. അന്ന് 2006 മുതൽ 2013 വരെ 13 ജൂൺ വരെ VSൻ്റെ കൂടെ VSൻ്റെ സ്റ്റാഫിൽ സെക്യൂരിറ്റി സ്റ്റാഫിൽ ഗൺമാനായിട്ട് ഡ്യൂട്ടി ചെയ്തു. പിന്നെ VSൻ്റെ പ്രധാന യാത്രകളിലൊക്കെ ഇപ്പം മൂന്നാർ കുടിയൊഴിപ്പിക്കൽ ബന്ധപ്പെട്ടുള്ള യാത്രാ വേളകൾ മിക്കവാറും ഞാനായിരുന്നു VSൻ്റെ കൂടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അത്തരം ഘട്ടങ്ങളിലൊക്കെ കൊടും ശൈത്യവും നല്ല മഴയുള്ള സമയത്തൊക്കെ VS ഊർജ്ജസ്വലനായിട്ട് കുടിയൊഴിപ്പിക്കലിൻ്റെ പരിപാടിക്കൊക്കെ പോകുമ്പോഴും ഞങ്ങളെക്കാട്ടും മുമ്പേ VS രാവിലെ റെഡിയായി അതിരാവിലെ തന്നെ ഇന്ന സ്പോട്ടിൽ പോയി അതിൻ്റെ അക്വേറിയൻ്റെ ബോർഡ് സ്ഥാപിക്കുന്നതിനൊക്കെ VS തന്നെയാണ് മുൻകൈ എടുത്തത്. പിന്നെ VSൻ്റെ കൂടെയുള്ള യാത്രകൾ VS അങ്ങനെ കൂടുതലായിട്ട് ആരോടൊന്നും സംസാരിക്കാറൊന്നുമില്ല. അപ്പം ചില സമയങ്ങളിൽ VS കൂടുതൽ സമയം വായനയിലായിരിക്കും. അപ്പോൾ വായനയിൽ ഇരിക്കുന്ന VS ഇടയ്ക്ക് VS വായനയിൽ വിരസ്യം മാറാൻ വേണ്ടി പറയും ഡ്രൈവർമാരോട്, നമുക്കൊരു ഇനി കുറച്ച് പാട്ടൊക്കെ കേട്ട് പോകാമെന്ന് പറയും. അപ്പം ആ സമയത്ത് അവർക്കറിയാം ഏത് പാട്ടാണ് VSന് താല്പര്യമുണ്ട്. അപ്പോൾ ആ പാട്ട് വെച്ച് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ VS ഉറങ്ങാറൊന്നുമില്ല. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു 3-4 പാട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ര നേരം VS ഫ്രീ ആവുകയുള്ളൂ. അപ്പോൾ പിന്നെ പാട്ട് ഓഫാക്കി കഴിഞ്ഞാൽ VS വീണ്ടും പുസ്തകത്തിൽ വായന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ VSൻ്റെ ജീവിതത്തിൽ നമുക്കാർക്കും ഫോളോ ചെയ്യാത്ത കാര്യം VSന് യോഗയാണ്. VSൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും VSനെ സംബന്ധിച്ചൊരു വിഷയമല്ല. അതേസമയം യോഗ ചെയ്യാൻ VSന് കഴിഞ്ഞില്ലെങ്കിൽ അന്നത്തെ ദിവസം VSൻ്റെ ഒരു മൂഡ് പോലെ പോവും. അപ്പം യോഗയിലാണ് VSൻ്റെ ജീവിതം തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് VS വീട്ടിലെല്ലാ സമയങ്ങളും VSന് ഏറ്റവും താമസിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലം ആലുവ ഗസ്റ്റ് ഹൗസാണ്. അവിടെയാണ് VS നടക്കാനും യോഗ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പം ഒരു ദിവസം യോഗ ചെയ്ത് കഴിഞ്ഞാൽ VS ഫ്രഷായി. ഭക്ഷണത്തിൽ പോലും VSന് അത്ര കണിശതയില്ല. പിന്നെ VSനെ കുറിച്ച് പറയുകയാണെങ്കിൽ VSൻ്റെ ഒരു ദിവസം വടകര ഭാഗത്ത് ഏതോ സ്കൂളിൽ പോയപ്പോൾ ഒരു പയ്യൻ VSന് വരച്ചു കൊടുത്ത പടമാണിത്. അപ്പോൾ ഇത് കോഴിക്കോടുള്ള യാത്ര കഴിഞ്ഞ് അവർ തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിന് പോകുന്ന സമയത്ത് VS
ഈ ഫോട്ടോ എടുത്ത് ഞാൻ വണ്ടിക്കകത്ത് കയറ്റാൻ നേരത്തെ വി എസ് എൻ്റെ റൂമിനകത്ത് കൊണ്ടുവച്ച ഫോട്ടോ അല്ല. അപ്പോൾ വി എസിൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഫോട്ടോ ആനലിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് മുതലേ കൊണ്ടുവച്ച് പിന്നെ പാക്ക് ചെയ്ത് വെച്ച ഫോട്ടോ ഇന്നലെയാണ് പുറത്തെടുത്തത്. അപ്പോൾ അത് അങ്ങനെയാണ് വി എസിൻ്റെ കൂടെ പോയിട്ട് വി എസ് എനിക്ക് തന്നൊരു ഉപഹാരമാണിത്. അപ്പോൾ അത് ഞാൻ അന്ന് വെറുതെ കയ്യിൽ വെച്ചിരിക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ നിങ്ങളും കൂടി വന്നതുകൊണ്ട് ഞാൻ രാവിലെ 10 മണിക്ക് കൽപ്പറ്റയിൽ നിന്ന് പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് മറ്റേ അവർ വിളിച്ചത്. അതിനുശേഷം കമലും കൂടി വിളിച്ചപ്പോൾ ഇന്ന് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോയി വി എസിനെ അവസാനമായിട്ടൊന്ന് കാണണം. എന്തായാലും കുറേ കാലം കൈയും പിടിച്ച് നടന്നതല്ല. അതിൻ്റെ വി എസിൻ്റെ ഒരു വിഭാഗം എല്ലാവർക്കും ഈ നാട്ടിൽ എല്ലാവർക്കും ഉള്ള പോലെ അതിനെക്കാട്ടും കുറച്ചുകൂടി ഉപരിയായിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് പിന്നെ ഒന്ന് ജീവനോടുള്ള സമയത്ത് കാണാൻ പോയില്ല എന്ന് എന്നോട് പലരും ചോദിച്ചു. പക്ഷെ പോകാൻ കാരണം ഇതാണ്. ഇതിൽ ഞാൻ കൈപിടിച്ച് അന്ന് നല്ല ആരോഗ്യവാനായ ഒരു വി എസിനെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആ ചിത്രം എൻ്റെ മനസ്സിൽ നിന്ന് മായാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കാണാൻ പോകാത്തത്. ഇന്നെന്തായാലും പോവും. വി എസിനെ ഒന്ന് അവസാനമായിട്ട് കണ്ട് ഒരു അന്ത്യാഭിവാദ്യം അർപ്പിച്ച് തിരിച്ചു വരും.